welcome back to a brand new episode of Mila Golden Diamonds Presents Correct You with Serena, powered by Island Digital and World Brands. Welcoming our guest for the day, our Dubai's very own RJ, actor, MZ, Arfaz Iqbal to the show. Thank you. Welcome Hi. to the show. Thanks. സുഖമായിട്ടിരിക്കുന്നോ? സുഖമായിരിക്കുന്നു. എന്താണ് ഇത്ര ഒരുങ്ങി വരാനുള്ളൊരു രഹസ്യം? എന്താണ് കാരണം? അല്ല, ഞാൻ നേരത്തെ സെറീനയുടെ എപ്പിസോഡ് കണ്ടപ്പോഴത്തേക്കും സെറീന നല്ല ഒരുങ്ങി വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കാരണം ഞാൻ നല്ല ഒരുങ്ങി വന്നതാ. എന്നെ കഴിഞ്ഞ എപ്പിസോഡിൽ ഒരുങ്ങി വന്നേന് എല്ലാരും പറഞ്ഞു നീ എന്തിനാ ഇത്ര ഓവറായിട്ട് അപ്പൊ ഞാൻ സിമ്പിൾ ആയിട്ട് വന്നപ്പോ ദാ ഒരാള് ദിവാലിക്ക് ഞാൻ അറിഞ്ഞില്ല. സത്യം പറഞ്ഞാൽ ഞാൻ ഇത് ദിവാലിക്ക് വേണ്ടി എടുത്തതാണ്. അപ്പൊ പിന്നെ ആ ദിവാലിക്ക് മാത്രമേ ഞാൻ ഇതൊരു ഡിസൈനർ ചെയ്തതെന്നാണ്. അപ്പൊ ദിവാലിക്ക് മാത്രമേ എനിക്ക് ഇങ്ങനെ ഇറക്കാൻ പറ്റുള്ളൂ. പിന്നെ ഈ ഇന്റർവ്യൂ നമ്മള് യൂഷ്വലി അർഫാസൊക്കെ കാണുന്നത് ഹുഡിയൊക്കെ ഇട്ട് ഒരു ഫ്രീക്കിനെ പോലെ നടക്കുന്നതാണ് അല്ലേ? വല്ലപ്പോഴേ നമ്മളിങ്ങനെ എത്തനിക് ആയിട്ട് കാണാൻ കിട്ടാറുള്ളൂ. യെസ്, നമ്മള് ഇപ്പൊ പറയുകയാണെങ്കിൽ ഫ്രം ദ കോർപ്പറേറ്റ് ലൈക് ലൈഫിൽ 9 to 5 ജോബ് ചെയ്യുന്ന എല്ലാവർക്കും ഞങ്ങളുടെ മോർണിംഗ് എന്ന് പറയുന്നത് ബിഗ് ബ്രേക്ക്ഫാസ്റ്റ് ക്ലബാണ്. യെസ്, ആ ഒരു ഷോ നമുക്ക് തരുന്ന എനർജി ഓവർ ദ പാസ്റ്റ് ഇയേഴ്സ് ഇറ്റ്സ് ബീൻ ട്രെമൻഡസ്. ആക്ച്വലി സെയിങ് സ്കൂൾ ടൈം തൊട്ടേ നമ്മൾ പോകുന്ന ബസ് വാനിൽ വെക്കുമായിരുന്നു ഹിറ്റ് എഫ് എം. ഇറ്റ് വാസ് നോട്ട് അലൗഡ്. ഇത് എന്റെ പ്രായം അറിയിക്കാൻ വേണ്ടി തന്നെ പറഞ്ഞത് സ്കൂൾ ടൈം. ബട്ട് സീരിയസ്ലി ഇത് അലൗഡ് അല്ലെങ്കിലും നമ്മുടെ ഡ്രൈവർ അങ്കിൾ വെക്കുമായിരുന്നു ഹിറ്റ് എഫ് എം, പ്ലേ ചെയ്യുമായിരുന്നു. സോ ആ സമയം തൊട്ടേ വി ബീൻ ലിസ്ണിംഗ് ടു ദാറ്റ്. പിന്നെ കോളേജായി, വി സ്റ്റാർട്ടഡ് ഡ്രൈവിംഗ്. അപ്പൊ എന്റെ ഡെയിലി റൊട്ടീനിൽ ആക്ച്വലി ലിസ്ണിംഗ് ടു മ്യൂസിക്കിനേക്കാളും കൂടുതൽ ഇറ്റ്സ് ദ ത്രീ ഓഫ് യു ദാറ്റ് കണക്റ്റഡ് ടു അസ്, to me personally. So how was the journey in Hit FM and itra naala? I think 2 decades almost, right? 2 decades, yeah, that's what. So 20 years ആയി നമ്മുടെ സ്റ്റേഷൻ തുടങ്ങിയിട്ട്. 20 years ആയിട്ട് ഞാൻ ഈ ഷോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഇറ്റ്സ് സെറീന പറഞ്ഞ പോലെ തന്നെ ചില ആൾക്കാരൊക്കെ ഇങ്ങനെ വരും. അപ്പോൾ അവർ വരുമ്പോഴത്തേക്കും ചിലപ്പോൾ അവർക്ക് വലിയ പിള്ളേരൊക്കെ ഉണ്ടാവും. അവരോട് പറയും നമ്മളെ സ്കൂൾ മുതലേ നിങ്ങൾ കേൾക്കാൻ തുടങ്ങിയത്. ഇപ്പൊ എന്റെ കുട്ടി ഇതാ സ്കൂളിൽ പോകുന്ന പറയുന്നത്. ഇറ്റ്സ് അമേസിംഗ്. 20 years എങ്ങനെ പോയി എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഐ ഡോണ്ട് നോ. ഇറ്റ് ജസ്റ്റ് വെന്റ് ലൈക്ക് ദിസ് 20 years. But it's so nice to know that you're part of many people's life. Exactly. When you see listeners, അവര് നമ്മുടെ അടുത്തൊന്ന് കാണിക്കുന്ന സ്നേഹം കാണുമ്പോൾ നമ്മൾ ആലോചിക്കും നമ്മൾ എന്താ ചെയ്യുന്നത്. പക്ഷെ ഫോർ ദെം എല്ലാ ദിവസവും നമ്മളെ കേൾക്കുന്നതുകൊണ്ട് ഫോർ ദെം അവർ ഡ്രൈവ് ചെയ്ത് പോകുമ്പോഴത്തേക്കും തൊട്ടിപ്പുറത്തെ സീറ്റിൽ ഞാൻ ഇരുന്ന് അല്ലെങ്കിൽ ഞാനോ നൈലിയോ ജോണോ ഇരുന്ന് പോകുന്ന ഒരു ഫീലിംഗ് ആണ്. സോ വെൻ ദേ കം ആൻഡ് ടോക്ക് ടു യു ആസ് ഇഫ് ദാറ്റ് ദേ നോ എവറിത്തിങ് അബൌട്ട് അവർ ലൈഫ്. ഇപ്പൊ എന്റെ വീട്ടിലെ അബ്ബയുടെ കാര്യവും ഉമ്മയുടെ കാര്യവും എന്റെ ഫോട്ടോച്ചിയുടെ കാര്യവും നമ്മുടെ കച്ചി സംഭവം ഇതൊക്കെ എല്ലാവർക്കും അറിയാം. അപ്പൊ ഇറ്റ്സ് വെരി ഭയങ്കര. എന്നോട് കൊച്ചിയിലാണെന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞ എനിക്കറിയാം കൊച്ചിയിലല്ലേ. യു ആർ ലൈക് പാർട്ട് ഓഫ് അവർ ലൈഫ്സ് ആസ് വെൽ. ആ ഒരു അക്സെപ്റ്റൻസ് അല്ലേ, അത് ഒരു ഫാമിലി മെമ്പറിനെ പോലെയാണ് നിങ്ങൾ എല്ലാരെയും ദുബായിലുള്ള എല്ലാവരും കാണുന്നത്. വേറൊരു പ്രൊഫഷനും ഇത്രയും ഒരു പേഴ്സണൽ അറ്റാച്ച്മെന്റ് ഉണ്ടാവില്ലല്ലോ അല്ലെ? ഡെയിലി ഇപ്പൊ നമ്മളിപ്പോ സോഷ്യൽ മീഡിയയിൽ ആൾക്കാർ കാണുമെങ്കിലും ഓൺ എ ഡെയിലി ബേസിസ് ദിൽ നോട്ട് ബി ടോക്കിംഗ് ടു യു ലൈക്ക് ദിസ് അല്ലേ? സോ ഇറ്റ്സ് എന്താ പറയുന്നത്, ലിസണേഴ്സിന്റെ കുറെ കാര്യങ്ങൾ നമ്മൾ അറിയാറുണ്ട്. വെന്റെ മെസ്സേജസ് സ്ഥിരമായിട്ട് എല്ലാ ദിവസവും രാവിലെ ഗുഡ് മോർണിംഗ് മെസ്സേജ് അയക്കുന്ന ആൾക്കാരുണ്ട്. സോ യു നോ ഒരു ദിവസം ഒരു ഗോപകുമാറിന്റെ മെസ്സേജ് വന്നില്ലെങ്കിൽ നമുക്കറിയാം പുള്ളിക്ക് ഒന്നും സുഖമില്ല അല്ലെങ്കിൽ പുള്ളി ഓഫീസിൽ പോയിട്ടില്ല എന്നുള്ളത്. അങ്ങനെ അതായത് നമ്മൾ ബിഗ് ബോസിൽ ഒരു 100 days പോയിട്ട് വരുന്നപ്പോ പോലും ഐ ഫെൽ ദാറ്റ് ഒരു പേഴ്സൺ, അതായത് സീരിയൽ കാണുന്ന പോലെയല്ല, പീപ്പിൾ ആർ സീയിങ് അസ് as real persons, right? You will understand perfectly, അല്ലേ? പക്ഷെ ആ ഒരു 3 months മാത്രമേ അത് ഉണ്ടായിരുന്നുള്ളൂ. യു കണ്ടിന്യൂയിങ് ദാറ്റ് ഫോർ ലൈക് 2 decades, 20 years എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ലൈക്ക് നമ്മളെല്ലാരും ഫാമിലി മെമ്പേഴ്സിനെ പോലെയാണ് നമ്മളെല്ലാരും അത് അറിയുന്നത്. ഇപ്പൊ രാവിലെ പോലും ആ ഒരു ഷോ കേട്ടില്ലെങ്കിൽ യു ഫീൽ ഇൻകംപ്ലീറ്റ്. വണ്ടി കയറിയാൽ അമ്മ ആദ്യം പറഞ്ഞു ഹിറ്റ് എഫ് എം വേറെ എഫ് എം പറ്റൂല. സോ എവിടെ പോയാലും ഇറ്റ്സ് കമ്മിങ് ബാക്ക് ടു ഹിറ്റ് എഫ് എം. ഇറ്റ്സ് ലൈക്ക് ചില സമയത്ത് നിങ്ങൾ സംസാരിക്കുമ്പോൾ ഞാനും വണ്ടിയിലിരുന്ന് ഒറ്റയ്ക്കാ പോകുന്നെങ്കിൽ ഞാനും ഇരുന്ന് എന്തെങ്കിലുമൊക്കെ പറയും, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ചിരിക്കും. ആ ഒരു ട്രാഫിക് ടൈം ഒരു 2 hours പോകുമ്പോഴത്തേക്ക് we don't know the traffic because listening to you three. Thank you so much for that. So I think you should thank the traffic also in Dubai. കാരണം people are anyway in the traffic for such a long time. അപ്പൊ എന്തായാലും they have to reach office, they have to reach home. അപ്പൊ രാവിലെ പോകുമ്പോഴത്തേക്കും ഗിവ് സം ഗുഡ് തോട്ട്സ്, മേക്ക് ദം ലാഫ്. വൈകുന്നേരം ആണെന്നുണ്ടെങ്കിലും ഈ പറയുന്ന പോലെ തന്നെ അവര് ജോലിയൊക്കെ കഴിഞ്ഞ് സ്ട്രെസ് ഒക്കെ കഴിഞ്ഞ് വരുന്നതാണല്ലോ. അപ്പൊ അവരുടെ ലൈഫ് ഒന്ന് ഇത്തിരി ലൈറ്റർ ആക്കാൻ വേണ്ടി ഇഫ് യു ക്യാൻ മേക്ക് എ പേഴ്സൺ സ്മൈൽ, നത്തിങ് ലൈക്ക് ദാറ്റ് അല്ലേ? അത് വലിയൊരു കാര്യമാണ്. ആൻഡ് ഹൗ ഡിഡ് യു എൻറ്റർ ഇൻടു ദ റേഡിയോ സ്റ്റേഷൻ? ആ ഒരു ലൈഫിലേക്ക് എങ്ങനെയാണ് വന്നത്? ദാറ്റ്സ് എ സ്റ്റോറി. ഞാൻ നാട്ടില് പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ട് ഡിഗ്രി കഴിഞ്ഞിട്ട് നിൽക്കുമ്പോൾ ഇതേപോലെ ഐ സോ ആൻ ആഡ് ഇൻ ദ ന്യൂസ് പേപ്പർ, ഇങ്ങനെ റേഡിയോ സ്റ്റേഷൻ തുടങ്ങാൻ പോവാണ് ദുബായിൽ എന്ന് പറഞ്ഞിട്ട്. അപ്പോ ആ സമയത്ത് നാട്ടില് ആകാശവാണി മാത്രമേ ഉള്ളൂ. 20 years ബാക്ക് ആണ്. വേറെ FM സ്റ്റേഷൻസ് ഒന്നുമില്ല.
അപ്പോൾ ഐ വാസ് ലൈക്ക് ദ ലാസ്റ്റ് പേഴ്സൺ. ഒന്നാം മലയാളം FM സ്റ്റേഷൻ, ഞാനൊന്നത് മലയാളിയും കൂടെ അല്ല. ഐ സ്പീക്ക് എ ലാംഗ്വേജ് കോൾഡ് കച്ചി അറ്റ് ഹോം. അപ്പൊ അതുകൊണ്ട് എന്റെ ഒരു കസിൻ പറഞ്ഞു നീ ചുമ്മാ ഒന്ന് അപ്ലൈ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഇങ്ങനെ കുറച്ച് സ്റ്റേജ് ഇവന്റ്സും കുറച്ച് മിമിക്രി ഒക്കെ ഉണ്ടായിരുന്നു പണ്ട്. അങ്ങനെ ഐ അപ്ലൈഡ്, ഐ ഗോട്ട് എൻ ഇന്റർവ്യൂ കൊച്ചിയിലായിരുന്നു. അപ്പൊ കൊച്ചി, കാലിക്കറ്റ്, ട്രിവാൻഡ്രം 3 സ്ഥലത്ത് ഇന്റർവ്യൂ നടക്കണ്ടായിരുന്നു. കൊച്ചിയിൽ ഇന്റർവ്യൂ എന്നെ വിളിച്ച്, അന്ന് ഞങ്ങളുടെ പ്രോഗ്രാമിംഗ് ഹെഡായ അജിത് മേനൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം വിളിച്ചിട്ട് എനിക്ക് പറഞ്ഞു, പുള്ളിന്റെ മലയാളം കേട്ടിട്ട് പുള്ളിക്ക് തന്നെ ചിരി വരെയായിരുന്നു. ഈ മലയാളം ഒന്നുമല്ല, ഇറ്റ് വാസ് ടു റസ്റ്റി. 20 years back. അങ്ങനെ പുള്ളി എനിക്കൊരു ന്യൂസ് പേപ്പർ തന്നു, മലയാളം ന്യൂസ് പേപ്പർ. And then he told me to read it. And then he asked me to translate to English and then read it. That was still okay. And then he gave an English newspaper and told me to translate to Malayalam and read it. എന്നിട്ട് ആ സമയത്ത് റിലീസ് ചെയ്ത് 1-2 പാട്ടുകൾ തന്നു. സ്റ്റിൽ റിമെമ്പർ, മറ്റേ രാക്ഷസി എന്നൊരു പാട്ടില്ല നമ്മളിലെ, ആ പാട്ടായിരുന്നു അതൊക്കെ റിലീസ് ചെയ്തത്. അപ്പൊ എനിക്ക് തോന്നുന്നു ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യും പാട്ടിനെ പറഞ്ഞിട്ട്. അപ്പം ഞാനിങ്ങനെ കുറച്ച് ഫണ്ണി രീതിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു. കുറച്ചൊത്തിരി ചിരിക്കാനുള്ളതായിരുന്നു. അത് പുള്ളിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ പുള്ളി എനിക്ക് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യാം, നിങ്ങളെ മലയാളം ശരിയല്ല, ഇത് മലയാളം സ്റ്റേഷൻ ആണല്ലോ, പക്ഷെ വേണമെങ്കിൽ നമുക്കൊരു ക്യാരക്ടർ പോലെ, അതൊരു നോർത്ത് ഇന്ത്യൻ ആണ് പക്ഷെ ഒരു മലയാളം സംസാരിക്കാൻ അറിയാവുന്ന ഒരു ക്യാരക്ടർ പോലെ നമുക്ക് നോക്കാന്ന് പറഞ്ഞു. അപ്പോഴും എനിക്ക് വലിയ ഹോപ്പ് ഒന്നും ഉണ്ടായിരുന്നില്ല, കാരണം എന്നെക്കാളും നന്നായിട്ട് നല്ല കടികട്ട മലയാളം പറയുന്ന ആൾക്കാർ പുറത്ത് വെയിറ്റ് ചെയ്യാണ് ന്യൂസിനൊക്കെ, ഇന്റർവ്യൂക്ക്. ആൻഡ് ദെൻ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് സെക്കൻഡ് ഇന്റർവ്യൂയുടെ കോൾ വന്നു ഇതേപോലെ. അങ്ങനെ met him at Taj and then he said you are shortlisted. അപ്പത്തേക്ക് ഓൾറെഡി ഞാനൊരു വിസ എടുത്തു ദുബായിലേക്ക് വരാനുള്ള, വേറെ വന്ന് ജോലി നോക്കാന്നുള്ള രീതിയിൽ ഞാൻ വേറൊരു വിസ എടുത്തു. അപ്പൊ ഞാൻ പറഞ്ഞു, സർ ഞാൻ ആക്ച്വലി ഓൾറെഡി ദുബായിൽ വരാണ്. നിങ്ങൾ വരുന്നുണ്ടല്ലോ, അന്ന് പിന്നെ എന്നെ അവിടെ വന്നിട്ട് കോൺടാക്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ വന്നിട്ടും ഞാൻ ആക്ച്വലി ഈ റേഡിയോയുടെ സംഭവം എന്നെ മനസ്സിലേ ഉണ്ടായിരുന്നില്ല, ബിക്കോസ് ഐ ന്യൂ ദാറ്റ് ഐ വിൽ നോട്ട് ഗെറ്റ് ഇറ്റ്. അങ്ങനെ ഞാനിവിടെ വന്നു, കുറെ ഇന്റർവ്യൂസ് ഒക്കെ അറ്റൻഡ് ചെയ്തു. അങ്ങനെ ഞാൻ ജബലലിയിൽ ഒരു കമ്പനിയിൽ ജോലിക്ക് കയറി. ഒരു ദിവസം ഞാൻ പോയി. സെക്കൻഡ് ഡേ while I was coming back, I got a call from him saying that എന്താ നിങ്ങൾ വരാന്ന് പറഞ്ഞിട്ട് വന്നില്ലല്ലോ, ഇതൊരു കോൺടാക്ട് ചെയ്തില്ലല്ലോ. അങ്ങനെ ഞാൻ അവിടെ പോയി, ഓഫീസിൽ പോയി. പിന്നെ ആ സമയത്ത് കുറച്ച് ഓഡീഷൻ ഒക്കെ ചെയ്ത് അപ്പൊ തന്നെ എനിക്ക് ഓഫർ ലെറ്റർ കിട്ടി. ആൻഡ് ദെൻ ഐ കോൾഡ് ദ പ്രീവിയസ് കമ്പനി ആൻഡ് സെഡ് ഇതേപോലെ എനിക്ക് നല്ലൊരു ഓഫർ കിട്ടി. സോ ഈ 30 daysൽ ഞാനാണെങ്കിൽ ഇവിടെ ഫുൾ ഇങ്ങനെ ജോലി അന്വേഷിച്ച് നടക്കായിരുന്നല്ലോ. അപ്പൊ ആ സമയത്ത് നല്ല സമ്മർ ആയിരുന്നു. ഒരു മെയ് ജൂണിലാണ് സമയത്ത്. ജൂണിലാണ് നമ്മൾ സെഷൻ തുടങ്ങുന്നത്. ഇവിടെ ഫുൾ എല്ലാ തേരപ്പാരൊക്കെ നടന്ന് CVs എല്ലാം കൊടുത്ത്. ആ സമയത്ത് മെട്രോ ഇല്ല, ടാക്സീസ് വെർ വെരി എക്സ്പെൻസീവ്. അപ്പൊ ഇങ്ങനെ കുറെ റോട്ടിലൊക്കെ ഇങ്ങനെ വെയിലത്ത്, നല്ല പൊരി വെയിലത്ത് ഫയലെല്ലാം തലയിൽ വെച്ച് നടന്ന് ജോലി അന്വേഷിക്കുന്ന ഒരു ടിപ്പിക്കൽ ഒരു ജോബ് ഹണ്ടർ. അങ്ങനെ വന്ന് പിറ്റത്തെ ആഴ്ച ജോലി കിട്ടി കഴിഞ്ഞപ്പോ ഞാൻ ഈ നടന്നിരുന്ന, ഞാൻ ജോലി അന്വേഷിച്ച് നടന്ന എന്റെ റോഡ്, ആ റോഡുണ്ടല്ലോ ദുബായിലും ഷെയ്ഖ് സായദ് റോഡിലൊക്കെ, they were all my posters, breakfast clubന്റെ posters in all these roads. In 1 week's time, how your life changed. Yeah. That's so nice, right? That's so amazing. That is what Dubai is, no? True, or magic. Yeah. Right? Yeah. And then you never had to turn back. No. Then it was an amazing journey. 20 years back, തുടങ്ങി 2009 നമ്മൾ തുടങ്ങുന്നത്. 2004 തുടങ്ങുന്നത് ജൂൺ 9th. ഇപ്പൊ 2024 ജൂൺ 9th ആയപ്പോഴത്തേക്കും 20 years complete ചെയ്തു. Yeah. Actually കണ്ണടച്ച് തുറക്കുമ്പോൾ സമയവും Oh, seriously, I don't remember. കാരണം ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ലൈഫ് സോ മെനി ഇവന്റ്സ് ഹാപ്പനിങ്. ജാനുവരി മുതൽ ഡിസംബർ വരെയും കലണ്ടർ നോക്കുവാണെങ്കിൽ ജാനുവരിയിൽ ഇവന്റ്സ്, ഫെബ്രുവരി ഇവന്റ്സ്. അപ്പൊ വി ലുക്ക് ഫോർവേഡ് ഫോർ ലൈക്ക് ദിസ്. അതിങ്ങനെ എത്ര പെട്ടെന്ന് പോകുന്ന ഒരു പിടുത്തമില്ല. ഓരോ വർഷം ബർത്ത്ഡേ സെലിബ്രേഷൻ നടത്തുന്നു. കാൻഡിൽസിന് എണ്ണം മാത്രം കുടുംബം അറിയുന്നത് ഇത്രയും വയസ്സായി, ഇത്രയും വയസ്സ്. അല്ലെങ്കിൽ യു നെവർ നോ. True. And it's keeping you young as well. ഇതേ team and every time you're occupied with events അല്ലേ? അതുകൊണ്ടായിരിക്കും ഈ ഒരു ഗ്ലാമർ. നമ്മള് ദുബായിലെ മമ്മൂക്ക എന്നൊക്കെ വിളിക്കാറുണ്ടോ? ഒരു പ്രാവശ്യം ദുൽഖർ എടുത്ത് ചോദിച്ചു. ദുൽഖർ ഇതേപോലെ ഞാൻ മീറ്റ് ചെയ്തപ്പോഴത്തേക്കും സോ വി ആർ ജസ്റ്റ് ഇൻ എ ലിഫ്റ്റ് ടുഗദർ. എന്നിട്ട് പറഞ്ഞു ഇതെന്താ ഗ്ലാമർ കൂടി വരുന്നുണ്ടല്ലോ. ഞാൻ പറഞ്ഞ ദുബായിലെ മമ്മൂക്ക ഞാനാണെന്ന് പറഞ്ഞു. Like when you're 70 also ഇങ്ങനെ തന്നെ ആയിരിക്കും അർഫാസിനെ കാണാൻ വേണ്ടി ഇരിക്കുന്നത്. ഇൻഷാല്ലാ ഇരിക്കട്ടെ, അങ്ങനെ ആ ഒരു സമയം ആകുമ്പോഴത്തേക്ക് അങ്ങനെ തന്നെ ഇരിക്കട്ടെ അല്ലേ? And when it comes to movies, ഞാൻ ഒരു പ്രിവ്യൂനും ഉണ്ടായിരുന്നു ധീര ഡയറീസിന്. അപ്പം ധീര ഡയറീസിൽ വരുമ്പം what was the experience ആക്ടിങ്ങിലേക്ക് വരുമ്പോഴത്തേക്കിന്? Were you always passionate about acting or? I was not too passionate about acting in movies. സ്കൂളിലെല്ലാം പഠിക്കുമ്പോഴത്തേക്കും കുറച്ച് ഡ്രാമ ഒക്കെ ചെയ്യുമായിരുന്നു. പിന്നെ ഇറ്റ്സ് ഓൾവേസ് ഗുഡ് ടു ബി ഇൻ ഓൾ ദ പ്ലാറ്റ്ഫോംസ്. ലൈക്ക് ഇപ്പൊ സോഷ്യൽ മീഡിയ ഇസ് ഓൾസോ ലൈക്ക് ഒരു കൈൻഡ് ഓഫ് ഒരു ഇപ്പൊ ഏറ്റവും കൂടുതൽ എക്സ്പോഷർ ഉള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. സോ ഇഫ് യു ആർ ഔട്ട് ഓഫ് ദാറ്റ് പ്ലാറ്റ്ഫോം യു വിൽ മിസ് ഔട്ട് സംവെയർ. സോ സിൻസ് യു ആർ ഇൻ ദ മീഡിയ ഫീൽഡ്, ഇപ്പൊ റേഡിയോയിലായതുകൊണ്ട് ഇറ്റ്സ് ഗുഡ് ടു ഷോ യുവർ ഫേസ് ഓൺ സോഷ്യൽ മീഡിയ, ഷോ യുവർ ഫേസ് ഓൺ മൂവീസ്. എല്ലാ പ്ലാറ്റ്ഫോംസിലും ഇഫ് യു ആർ ദേർ ഇറ്റ് ഇസ് ഗുഡ് ഫോർ യു, പീപ്പിൾ വിൽ റെക്കഗ്നൈസ് യു. അപ്പൊ അങ്ങനെ ഇരുന്നപ്പോഴാണ് എന്റെ ഒരു ഫ്രണ്ട് ഇതേപോലെ ഒന്ന് അപ്രോച്ച് ചെയ്ത് സെയിം ഇങ്ങനത്തെ ഒരു സിനിമ ഇവിടെ ഷൂട്ട് ചെയ്യുന്നുണ്ട്, ദുബായിൽ തന്നെയാണ് ഫുൾ ഷൂട്ട് ഉള്ളത്. ഐ ഡോണ്ട് വോണ്ട് ടു, എനിക്ക് അങ്ങനത്തെ
ഒരു ലീവ് എടുത്ത് നാട്ടിൽ പോയി അങ്ങനെ സംഭവം ചെയ്യാനില്ലല്ലോ. കാരണം ഫാമിലി ഉണ്ട്, വെക്കേഷൻ പോകുമ്പോഴത്തേക്കും അവരെയും കൊണ്ടുപോകണം, അല്ലെങ്കിൽ എവിടെയും കറങ്ങാൻ വേണ്ടി പോകണം. അപ്പൊ ആ സമയം അവർക്ക് വേണ്ടിയുള്ളതാണ്. അപ്പൊ അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും പറഞ്ഞത് ഫുൾ ഷൂട്ട് ദുബായിലാണ്, സോ ഐ ക്യാൻ ബി എ പാർട്ട് ഓഫ് ദിസ് മൂവി. അങ്ങനെ അവർ ക്യാരക്ടർ ഒക്കെ പറഞ്ഞപ്പോഴത്തേക്കും ഐ റിയലി ലൈക്ക് ദാറ്റ് മൂവി. അങ്ങനെ ചെയ്തതാണ്. How was the experience acting? തോന്നിയോ? കുഴപ്പമില്ലായിരുന്നു ആക്ച്വലി. It was nice, the experience as well. And of course, Dera Diary showed shades of Dubai, as the name suggested. Yeah, like how different kind of people are in this city. എങ്ങനെ ഇപ്പൊ ഒരു ബാച്ചിലറിന്റെ റൂമിലാണെങ്കിലും അല്ലെങ്കിൽ ഫാമിലിയുടെ റൂമിലാണെങ്കിലും എങ്ങനെ അവരുടെ ജീവിതം പോകുന്നത്, ആൻഡ് ഹൗ വൺ പേഴ്സൺ ആക്ച്വലി ഇമ്പാക്ടിങ് ഓൾ ദീസ് പീപ്പിൾസ് ലൈഫ്. അതായിരുന്നു മറ്റേ അബു വളയംകുളത്തിന്റെ ക്യാരക്ടർ ചെയ്തിരുന്നത്. അപ്പം ദുബായ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് നോട്ട് ജസ്റ്റ് അബൌട്ട് ദ ഗ്ലാം, റൈറ്റ്? It has everything. അത് തന്നെയാണ് ഈ Dera Diaries കാണിക്കുന്നത്. All shades of Dubai. So when you look back, ഈ ഒരു 20 years, how do you feel ഈ ഒരു growth in Dubai? I have actually seen all the major growth in Dubai. Be it whatever, if you talk about ബുർജ് ഖലീഫ ഉണ്ടായിരുന്നില്ല ആ സമയത്ത് 20 years ബാക്ക്. നമ്മൾ ബുർജ് ഖലീഫയുടെ ഇങ്ങനെ എല്ലാ ദിവസവും ഓഫീസിലേക്ക് പോകുമ്പോൾ യു ഓൾവേസ് ചെക്ക് എത്ര ഹൈറ്റ് ആണ്. അപ്പോൾ ഓരോ മാസം കഴിയുമ്പോഴത്തേക്കും യു ക്യാൻ ഫീൽ ദ ചേഞ്ച്. മെട്രോ വാസ് നോട്ട് ദെയർ. സോ ബിക്കോസ് ഞാനിപ്പോ ഈ റേഡിയോയിൽ ഉള്ളതുകൊണ്ട് തന്നെ ഇതിന്റെയൊക്കെ ഫസ്റ്റ് ഡേയുടെ ഭാഗമാവാനോട് പറ്റിയിട്ടുണ്ട്. ബിക്കോസ് വി ആർ കമ്പനീസ് ഭയങ്കര നല്ല സ്ട്രോങ് ആയതുകൊണ്ട് ഐ വാസ് വൺ ഓഫ് ദ ഫസ്റ്റ് പേഴ്സൺ ടു ബി ഇൻ ദ മെട്രോ ഓൺ ദ ഫസ്റ്റ് ഡേ. അതായത് ഷെയ്ഖ് മുഹമ്മദിന്റെ കൂടെ തന്നെ 2009 ഐ വാസ് ഇൻ ദ മെട്രോ. അപ്പൊ എല്ലാ ദുബായിയുടെ ഗ്രോത്തിന്റെ ഭാഗമാവാൻ കൂടെ പറ്റും. വെരി ഗുഡ് തിങ് അല്ലേ? ഭയങ്കര സ്പെഷ്യൽ മൊമെന്റ്സ് അല്ലേ? അതൊക്കെ പ്രൗഡ് ആയിട്ട് കാണുന്ന കാര്യങ്ങളാണ്. എവറിത്തിങ് ലൈക്ക് ഇപ്പം മ്യൂസിയം ഓഫ് ദ ഫ്യൂച്ചർ, ഫസ്റ്റ് ഡേ ഐ വാസ് ദേർ. ഐ ഇൻ ദുബായ്, ഫസ്റ്റ് ഡേ ഐ വാസ് ദേർ. ആൻഡ് ഇവോൾവ് ആയി. ഇപ്പൊ റേഡിയോ എന്ന് പറയുന്ന സംഭവത്തിൽ നമ്മൾ ഭയങ്കരമായിട്ട് ഇവോൾവ് ആയി. ഇറ്റ് വാസ് ഓൺലി ദ വോയിസ് ദാറ്റ് വാസ് ബിഫോർ, ബട്ട് നൗ ഇറ്റ്സ് ദ ഫ്രണ്ട് ഫേസ്. നിങ്ങളിപ്പോ ലൈവ് പോകും, നിങ്ങൾ ആൾക്കാരെ മീറ്റ് ചെയ്യും, റോഡ് ഷോസ് ഉണ്ട്, മൂവി പ്രൊമോഷൻസ് ഉണ്ട്. സോ ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ദറ്റ് 3-4 hours ഓഫ് ദ ഷോ ദറ്റ് യു ഹാവ്, അല്ലേ? അതല്ലാതെ തന്നെ യു ആർ ഓൾവേസ് ഓക്യുപ്പൈഡ് വിത്ത് ഇവന്റ്സ്, എപ്പോഴും ബാക്ക് ടു ബാക്ക് കാര്യങ്ങളാണ്. സോ ഹൗ ഇസ് ദ വർക്ക് ലൈഫ് ബാലൻസ് with family life and everything? Family life, my family always knew that I work in this media, so they were all ready for it. And my wife is also from the media background, so she knows how things work. പെട്ടെന്നായിരിക്കും നമ്മളോട് ഒരാള് ലീവിന് പോയാൽ വേറെ ആൾക്ക് ഡബിൾ ജോലിയാണ്. അപ്പൊ വൈകുന്നേരത്തെ ഷോ ചെയ്യാൻ ഒരാളില്ലെങ്കിൽ രാവിലത്തെ ഷോ കഴിച്ചു, രാവിലെ ഷോ ചെയ്യും, പിന്നെ വൈകുന്നേരം ഷോ ചെയ്യും, അങ്ങനെയാണല്ലോ. അപ്പൊ we are all expected that. അല്ലെങ്കിൽ രാത്രി does that drain you or do you enjoy it? I actually enjoy it. You do? Yeah. Okay. Dera Diaries കഴിഞ്ഞിട്ട് ഇക്ക മൂവീസിലേക്ക് ട്രൈ ചെയ്യുന്നുണ്ടോ, or what is your plan? Yeah. So as I told you, നാട്ടിൽ പോയി ഷൂട്ട് ചെയ്യാനുള്ള സംഭവം അങ്ങനത്തെ ലീവ്സ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇവിടെ ദുബായിൽ ഷൂട്ട് നടക്കുന്നതിലൊക്കെ ഇങ്ങനെ കുറച്ച് ചെറിയ ചെറിയ റോൾസ് ഒക്കെ ചെയ്യുന്നുണ്ട്. നമ്മുടെ നിഷാദ് ഒക്കെ ഇല്ലേ, MA നിഷാദ്, പുള്ളിക്കാരൻ്റെ ഒരു സിനിമ ഉണ്ടായിരുന്നു 2 Men എന്ന് പറഞ്ഞിട്ട്. അതിനകത്ത് ഒരു ചെറിയ ക്യാരക്ടർ ഇതുണ്ടായിരുന്നു, ഒരു നഹാസ് പറഞ്ഞിട്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ വേറൊരു സിനിമ ഉണ്ടായിരുന്നു, അയ്യർ ഇൻ ദുബായ്, മുകേഷ് ഏട്ടൻ, ഉർവശി ചേച്ചി, ഈ അടുത്ത് റിലീസ് ചെയ്ത ഷൈൻ ടോം ചാക്കോ, ധ്യാൻ ശ്രീനിവാസൻ. അപ്പൊ അതിനകത്ത് ഈ ദുർഗയുടെ മറ്റേ മുറപ്പയ്യനായിട്ടായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. പിന്നെ മലയാളി റോൾ മാത്രല്ല, ഒരു അറബി ലുക്കിനും പറ്റുന്ന ഒരാളാണ്. അറബി ലുക്ക് മാത്രല്ല, ഇവൻ പാകിസ്ഥാനിക്ക് വരെ എന്നെ വിളിച്ചിട്ടുണ്ട്. I want to ask you, how was your experience getting into movies? മൂവീസ് സത്യം പറഞ്ഞ മാജിക് ആണല്ലോ. മൂവി എന്ന് പറയുന്ന ഒരു ഫീൽഡ് ഇസ് എ മാജിക്. ആൻഡ് ആഫ്റ്റർ ബിഗ് ബോസ് ഇസ് വെൻ സൈബർ കെയിം ടു മീ. ഒരു ഇന്റർവ്യൂ ചെയ്തപ്പോഴത്തേക്കാണ് ദ ഡയറക്ടർ സോ ദ ഇന്റർവ്യൂ ബിറ്റ്സ് ആൻഡ് ദെൻ ഹീസ് ലൈക്ക്, ഈ ക്യാരക്ടറിന് പറ്റിയ ഒരു കുട്ടിയാണല്ലോ എന്ന് തോന്നിയിട്ട് ഒരു പോലീസ് ഇൻവെസ്റ്റിഗേറ്റർ ഒരു റോളാണ്. ഇൻവെസ്റ്റിഗേറ്റർ മാത്രം, ഒരു സ്പൈ ആണ്. Do you prepare yourself when you get a kind of role, like ഇപ്പൊ ഒരു ക്യാരക്ടർ എല്ലാം കിട്ടുവാണെന്നുണ്ടെങ്കിൽ, like what is your preparation process to be that character? I really think I'm an infant to say something about this because just to start ചെയ്തിട്ടേ ഉള്ളൂ. But the director will tell you, okay, this character is like this. Okay, so ആ ഒരു സംഭവം ഫസ്റ്റ് മൂവി ചെയ്തപ്പോഴത്തേക്കിന് എനിക്ക് കുറച്ചും കൂടെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു റോളായിരുന്നു. ബിക്കോസ് ഇറ്റ്സ് മോർ ഓഫ് സെറീന. ഐ ഫീൽ ഒരു ബോൾഡ്, ഒന്നിനും പേടി ഇല്ല, എല്ലാം ഫേസ് ചെയ്യാൻ പറ്റും, നല്ല മൂവ്സ് എടുക്കാൻ പറ്റും. അങ്ങനത്തെ ഒരു ഐ ഡോണ്ട് ഫീൽ ഒരു ചാലഞ്ച് പോലെ അത് ചെയ്യാൻ. The second movie that I did, കുറച്ചും കൂടെ നാടൻ, entirely different from what I am. is ഒരു പാവം പൊട്ടിപ്പെണ്ണ്, ഒരു വില്ലേജ് ഗേൾ എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ ഇങ്ങനെ കൊണ്ടു നടക്കുന്ന ഒരു ടിപ്പിക്കൽ ക്യാരക്ടർ ആയിരുന്നു. അതിനെ കുറച്ചും കൂടി മാനറിസംസ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഷോട്ടൊക്കെ എടുക്കുമ്പോൾ ഡയറക്ടർ ഇങ്ങനെ വന്നിട്ട് പറയും, സെറീന ഇങ്ങനെ കുറച്ചും കൂടി ഒരു പാവം പോലെ ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് എന്നൊരു സ്ഥായി ഭാവത്തിൽ ഒരു സീരിയസ് ലുക്കാണ് സാർ ഉള്ളത്. ഞാൻ എന്ത് ചെയ്യും? Have you done any acting courses?
No, but I feel I definitely should. ഈ ഒരു കരിയറിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോഴത്തേക്കും വർക്ക്ഷോപ്സ് വിൽ ഡെഫിനറ്റ്ലി ഹെൽപ്പ് യു. മൈ ഫ്രണ്ട്സ് ഇപ്പൊ പണി ഇറങ്ങിയത് ഇക്ക കണ്ടായിരുന്നോ? ഞാൻ ജോജുയുടെ സിനിമയാണ്, കണ്ടില്ലെന്നും പറയാൻ പറ്റൂല, കുറച്ച് കണ്ടിരുന്നു. അപ്പൊ അതിനകത്ത് സാഗർ ആൻഡ് ജനേഷ് വി വർ ടുഗദർ ഇൻ ബിഗ് ബോസ്. സോ അവർക്ക് ഭയങ്കര ഒരു വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു. ആൻഡ് ദേ ഹാവ് ടോൾഡ് മീ ദാറ്റ് ഇറ്റ് ഹെൽപ് ദം സോ മച്ച് ഈ ഒരു ക്യാരക്ടർ ബിൽഡ് ചെയ്യാൻ. നൗ ഓൾ ദ മൂവീസ് ഇപ്പൊ അവര് സിനിമ തുടങ്ങുന്നതിന് മുമ്പ് ഒരു 1 month ജസ്റ്റ് ടു അണ്ടർസ്റ്റാൻഡ് ഈച്ച് അതർ, ഐസ് ബ്രേക്കിംഗ് സെഷൻ പോലെ ദേ കൈൻഡ് ഓഫ് ഒരു ക്യാരക്ടർ ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹെൽപ്ഫുള്ളും കൂടാണ് അത് ആ ഒരു ക്ലാസ്. ഇറ്റ്സ് വെരി ഗുഡ്. അപ്പൊ അങ്ങനത്തെ ഒരു വർക്ക്ഷോപ്പ് ഒക്കെ അറ്റൻഡ് ചെയ്യണം എന്ന് ഡെഫിനറ്റ്ലി ആഗ്രഹമുണ്ട്. ആൻഡ് നമ്മൾ ദുബായിലാവുമ്പം ട്രാവലിംഗ് ഈസ് ഓൾസോ എ തിങ്. ലൈക്ക് എല്ലാം നമ്മൾ നാട്ടിലേക്ക് പോകുമ്പോൾ ഇക്ക എങ്ങനെ എപ്പോഴും നാട്ടിൽ പോവാറുണ്ടോ? ഞാൻ നാട്ടിൽ എങ്ങനെയൊക്കെ ഒരു 2-3 മാസം കൂടുമ്പോഴത്തേക്കും ജസ്റ്റ് ഒന്ന് പോയിട്ട് വരും. എന്തെങ്കിലും ഇവന്റ് ഉണ്ടാവും, അല്ലെങ്കിൽ പേരൻസ് ആർ ദേർ, അപ്പൊ ഒരു വീക്കെൻഡ് ജസ്റ്റ് പോയിട്ട് വരും. അപ്പം ഇഫ് ഐ ഷുഡ് ആസ്ക് യു ഒരു ബെസ്റ്റ് ചൈൽഡ്ഹുഡ് മെമ്മറി എന്താണെന്ന് ചോദിച്ചാൽ? ചൈൽഡ്ഹുഡ് മെമ്മറി കുറെ മെമ്മറീസ് ഉണ്ട്. ഫോർട്ട് കൊച്ചി ബീച്ച് വാസ് ലൈക്ക് വെരി ക്ലോസ് ടു മീ. ഓക്കെ. സ്കൂള് ബീച്ചിന്റെ അടുത്താണ്. പിന്നെ ഫോർട്ട് കൊച്ചിയിൽ എപ്പോഴും സിനിമ ഷൂട്ട് നടക്കുന്നുണ്ടാവും. എപ്പോഴും നമ്മൾ സ്കൂളിൽ നിന്ന് ഇറങ്ങുമ്പോൾ അത് മലയാള സിനിമ മാത്രമല്ല, ഈവൻ ഹിന്ദി സിനിമാസും തമിഴ്, തെലുങ്ക്. സോ കുറെ സ്റ്റാർസ് നമുക്ക് ഉച്ച സമയത്ത് നിന്ന് കാണാൻ പറ്റും. പണ്ട് നമ്മൾ സ്കൂളിൽ ഉച്ചക്ക് ലഞ്ച് ബ്രേക്കിന് ഇറങ്ങുമ്പോൾ ഷൂട്ട് നടക്കണ്ടാവും. അപ്പൊ നമ്മൾ ഷൂട്ട് കണ്ടിട്ട് ക്ലാസ് തുടങ്ങിയത് അറിയൂല. ആ രസത്തിലിങ്ങനെ ഞാൻ അങ്ങനെ കുറെ സിനിമകളുടെ ഷൂട്ട് കണ്ടിട്ടുണ്ട്. എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് ഒരു പ്രാവശ്യം മുകേഷ് ഏട്ടൻ, അതേപോലെ തന്നെ ശ്രീനിവാസൻ, ജയറാം, പിന്നെ ഒരു ബെഞ്ചമിൻ ബ്രൂണോ എന്ന് പറഞ്ഞിട്ടൊരു ഒരു വേറൊരു നാഷണാലിറ്റി കൊണ്ടിരുന്ന സിനിമക്കകത്ത് ആയുഷ്കാലം എന്ന് പറഞ്ഞ സിനിമയാണ്. ഐ ഡോണ്ട് നോ ഇഫ് യു റിമെമ്പർ. പണ്ട് കമലിന്റെ സിനിമയാണ്. അത് ഈ ഹൃദയം മാറ്റിവെക്കൽ ഒരു ഓപ്പറേഷൻ നടക്കുന്ന ഫസ്റ്റ്. അപ്പൊ അതിനകത്ത് ജയറാം മരിച്ചു പോകും. ജയറാമിന്റെ ഹൃദയം എടുത്തിട്ടാണ് മുകേഷിന് വെച്ചു കൊടുക്കുന്നത്. പക്ഷെ ജയറാം ആ സിനിമയിൽ പ്രേതമായിട്ടുണ്ട്. അതിന് ഷൂട്ട്. അപ്പൊ ഞാൻ ഒരു സ്വിച്ചൊക്കെ ഇതേപോലെ ഫുഡ് കഴിക്കാൻ വേണ്ടി വീട്ടിൽ പോകുന്ന സമയത്ത് ഞാൻ നോക്കുന്നത് ഷൂട്ട് നടക്കാം. പിന്നെ ഇങ്ങനെ കണ്ടോണ്ടിരിക്കുകയാണ്. ഇപ്പൊ ജയറാം ഉണ്ട്, മുകേഷ് ഉണ്ട്, ശ്രീനിവാസനുണ്ട്, പിന്നെ മറ്റേ പറഞ്ഞ പുള്ളിയുണ്ട്. അപ്പൊ ഇവരൊരു ഫൈറ്റ് സീൻ കണ്ടോണ്ടിരിക്കാം. അപ്പൊ ഇങ്ങനെ ഫൈറ്റ് സീൻ കണ്ടു 2 മണിക്ക് തിരിച്ച് സ്കൂളിൽ കയറണം. ഞാനത് മറന്നുപോയി. കാരണം ഇവര് റീടേക്ക് എടുക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് റീടേക്ക് എടുക്കുമ്പോ ഇത് തീർന്നിട്ട് പോവാ സിനിമ ഷൂട്ട് അറിയാലോ എങ്ങനെ പോണെന്നുള്ള. ഞാനത് കണ്ടു ഏകദേശം ഒരു 3-3:30 വരെ അവിടെ നിന്ന്. പിന്നെ നോക്കുമ്പോഴാണ് സമയം ഇത്രയായി എന്നുള്ളത്. പിന്നെ ക്ലാസ്സിൽ പോയില്ല. പക്ഷെ അന്ന് ആ സമയത്ത് നമ്മളൊക്കെ ഈ ഓട്ടോഗ്രാഫ് വാങ്ങിക്കും. അന്ന് മറ്റേ പേപ്പറിൽ എഴുതാനാണല്ലോ പണി. ഇപ്പൊ ബുക്ക് എടുത്ത് ഒന്ന് ജയറാമേട്ടന് എല്ലാവരും എനിക്ക് ഇങ്ങനെ ഒരു സൈൻ കുറെ ഒന്നും അങ്ങനെ വീട്ടുകാർക്ക് അറിയില്ല. ഈ പോഡ്കാസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് അറിയും. Apart from the golden things of Dubai, scam is also a trend. അപ്പൊ ഇക്കയ്ക്ക് എന്തെങ്കിലും സ്കാം കിട്ടിയിട്ടുണ്ടോ? പിന്നെ സ്കാം എന്റെ പേരിൽ സ്കാം ഉണ്ടായിരുന്നു. അപ്പൊ എന്റെ ഫേസ്ബുക്ക് ഫ്രണ്ട് ആയി കഴിഞ്ഞാൽ എന്തോ $200 $100 എന്തോ അയച്ചു കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എത്ര പൈസ തിരിച്ചു കിട്ടും എന്ന് പറഞ്ഞിട്ട് കുറെ ആൾക്കാർ എനിക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു. അപ്പോൾ ഫേക്ക് പേജ് യൂസിങ് മൈ പിക്ചർ, മൈ പ്രൊഫൈൽ. I think you check your profile. Maybe there'll be some scam on running on your profile as well. എനിക്കും കിട്ടിയിട്ടുണ്ട് ഒരു 12,000 dirhamsന്റെ ഒരു സ്കാം. കോളേജ് പഠിക്കുന്ന സമയത്ത് 18-year-old പെട്ടെന്ന് ഒരാൾ വിളിച്ചിട്ട് 250,000 dirhams ലോട്ടറി അടിച്ചു എന്ന് പറഞ്ഞപ്പോഴത്തേക്കിന് ഇന്ന കാര്യങ്ങൾ ചെയ്യണം, ഇന്ന സ്ഥലത്ത് പോയി ഇത്ര പൈസ അടയ്ക്കണം, അപ്പൊ നിങ്ങൾക്ക് ഇത് ഉൾപ്പെടെ നിങ്ങൾക്ക് 250,000 dirhams കൂടെ കിട്ടും എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ എക്സ്ചേഞ്ചിൽ പോയി പലതവണയായിട്ട് കുറച്ച് പൈസ ഇട്ടിട്ട് ലാസ്റ്റ് 12,000 dirhams കയ്യിൽ നിന്ന് പോയി. പണി കിട്ടി. വീട്ടുകാരൊന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ആദ്യമൊന്നും ഞാൻ കാര്യം പറഞ്ഞില്ല. ദെൻ ലേറ്റർ ഓൺ അവരറിഞ്ഞു. ബട്ട് വീട്ടുകാരല്ലേ, തള്ളി പറയാൻ പറ്റില്ലല്ലോ, പുറത്തു പോകാൻ പറ്റില്ലല്ലോ. സോ ദെൻ അങ്ങനെ ആ ഒരു സ്കാം കിട്ടി. അന്നത്തോടെ ഞാൻ പഠിച്ചു. ഐ തിങ്ക് ഇറ്റ്സ് എ ചാപ്റ്റർ അല്ലെങ്കിൽ ലെസൺ ഫോർ എവ്രിവൺ അല്ലേ. ഇപ്പോഴും ഇതേപോലെ ഡിഫറെന്റ് കൈൻഡ് ഓഫ് സ്കാംസ് നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ദുബായിൽ ജോലി അന്വേഷിച്ച് വരുന്ന ആൾക്കാർ മുതൽ യുനോ ഫോർ എവറിത്തിങ് ദിസ് കൈൻഡ് ഓഫ് ഒരു സ്കാമേഴ്സ് ഉണ്ട്. എന്തിന് ഗ്ലോബൽ വില്ലേജിന്റെ വെബ്സൈറ്റ് പോലത്തെ വെബ്സൈറ്റ് ഉണ്ടാക്കിയിട്ട് when you search global village on Google, the first website is a scam website. തൊട്ട് താഴത്തായിരിക്കും റിയൽ വെബ്സൈറ്റ് വരുന്നത്. എന്റെ പൈസ പോയത് ഇതേപോലെ തന്നെ. അപ്പൊ അന്ന് നമുക്ക് ഈ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ ടു ഗെറ്റ് എ വെരിഫിക്കേഷൻ യു ഹാഡ് ടു ഹാവ് ലോട്ട് ഓഫ് കൈൻഡ് ഓഫ് മീഡിയ പബ്ലിക്കേഷൻസ് ബേസിക്കലി. അപ്പം ഞങ്ങൾ കുറെ സംഭവം ആർട്ടിക്കൽസ് വേണമായിരുന്നു. അപ്പൊ നാട്ടിൽ ഇതേപോലെ ഒരു കമ്പനി എന്നെ അപ്രോച്ച് ചെയ്ത് പറഞ്ഞു ഇതേപോലെ നാട്ടിൽ കുറച്ച് ആർട്ടിക്കൽസ് അവർ പബ്ലിഷ് ചെയ്യാന്നുണ്ട്. അങ്ങനെ ഞാൻ ഇവിടുന്ന് ഒരു ഓൾമോസ്റ്റ് ഒരു 2,000 dirhams 40,000 rupees അയച്ചു കൊടുത്തു. അയച്ചുകൊടുത്തതിന് ശേഷം പിന്നെ അവർ ഫോൺ എടുത്തിട്ടില്ല. This episode of Correct You with Sarina is brought to you by Miller Golden Diamonds, crafting elegance in every piece. Visit their collections to experience jewelry that celebrates the art of luxury. ഇനി നമുക്ക് this or that. 2 options, you have to choose one. Okay. First one. Live famous or live a private life? I think live famous.
Yeah. You're enjoying the fame. Yeah, Our yeah, limelight yeah, is yeah. what you It's that love that people show wherever you go in Dubai. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ they all feel like I am also part of their family. അത് എനിക്കും ഭയങ്കര ഒരു പോസിറ്റിവിറ്റിയാണ്. I feel really happy. ചെറിയ കുട്ടികളാണെന്നുണ്ടെങ്കിലും they come and hug and take pictures and all. I really feel happy. So I think more than private, little public. Yeah. Okay, next. Sleeping in or partying out? I'm actually a very family person. I like sleeping in. Even though എൻ്റെ ലുക്സ് കുറച്ച് പാർട്ടി ആണെങ്കിലും പക്ഷെ ഞാൻ കുറച്ച് ഫാമിലി പേഴ്സൺ ആണ്. എനിക്ക് മൈ സ്ലീപ്പ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ മീ. കാരണം രാവിലെ എനിക്ക് പോകുന്നുണ്ട്, എനിക്കൊരു 10 മണിക്കെങ്കിലും എൻ്റെ ബെഡിൽ കിടക്കണം. അപ്പോൾ ഐ നീഡ് അറ്റ്ലീസ്റ്റ് ഒരു 6-7 hours ഓഫ് ഗുഡ് സ്ലീപ്പ്, അതർവൈസ് മൈ ഷോ വിൽ സഫർ. അപ്പോൾ അതുകൊണ്ട് ഐ സ്ലീപ്പ്. യാ. ടെക്സ്റ്റിംഗ് ആണോ ഇഷ്ടം, കോളിംഗ് പേഴ്സൺ ആണോ? കോൾ. യാ. I don't understand because എൻ്റെ വൈഫ് കുറച്ച് ടെക്സ്റ്റ് പേഴ്സൺ ആണ്. ഞാനും ടെക്സ്റ്റിംഗ് പേഴ്സൺ ആണ്. ആണോ? എൻ്റെ ഐ തിങ്ക് ജനറേഷൻ Z എത്തിയിട്ടില്ല. ഓക്കെ. അപ്പോൾ ഐ തിങ്ക് ടെക്സ്റ്റിംഗിൽ there is no personal touch. I personally feel like calling or at least sending a voice message, not texting. മറ്റൊരു പേഴ്സണൽ ഫീൽ ഉണ്ട്. Yeah. ഐഫോൺ ഓർ ആൻഡ്രോയിഡ്? iPhone anytime. നമ്മുടെ ഷോൻ്റെ അത് എപ്പോഴും അടിയാണ്. So me and Naila we are always iPhone and John is Android. ആ അടി എനിക്ക് തോന്നുന്നു iPhone 1 തുടങ്ങിയാണ്. ഇപ്പൊ iPhone എത്രയായി? ഇപ്പോ 16 ആയിട്ടും അടി തീർന്നിട്ടില്ല. ജോൺ ചേട്ടൻ മാറ്റിയിട്ടില്ല. ജോൺ ചേട്ടൻ മാറ്റാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും മാറ്റൂല, കാരണം അതിൽ ഉറച്ചു നിൽക്കുകയാണ് ജോൺ. നെക്സ്റ്റ്, ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് ഓർ ലവ് ദാറ്റ് ഗ്രോസ് ഓവർ ടൈം? ഐ തിങ്ക് ലവ് ദാറ്റ് ഗ്രോസ് ഓവർ ടൈം. ഐ തിങ്ക് ലവ് അറ്റ് ഫസ്റ്റ് ആയിട്ടൊക്കെ സംഭവിക്കാറുണ്ട്, എല്ലാവരുടെ ലൈഫിൽ സംഭവിക്കാറുണ്ട്. പക്ഷേ യു വിൽ നോട്ട് നോ ദാറ്റ് പേഴ്സൺ അൺലെസ് യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് പേഴ്സൺ, യു നോ ദാറ്റ് പേഴ്സൺ, ദെൻ ഓൺലി ഇറ്റ് വിൽ slowly grow. Then you will understand what kind of person is that. And compatibility എല്ലാം നമുക്ക് മനസ്സിലാവുന്നതല്ലേ? correct. Save money or spend money? Spend wisely. Yeah, I save money. I spend, but I don't spend like if I get a full salary spend ചെയ്യുന്ന ആളല്ല. I'll save some, spend some. Yeah. How about you? Yeah, ഞാനും അങ്ങനെയാണ്. I would love to save and I love spending on others. എനിക്ക് എൻ്റെ ചുറ്റിനുള്ള ആൾക്കാരിൽ സ്പെൻഡ് ചെയ്ത് ആ ഒരു സന്തോഷം കണ്ടുപിടിക്കുന്ന ആ ഒരു ഹൈ കിട്ടുന്ന ഒരാളാണ് ഞാൻ. I love to spend on others. Okay. Yes. Next, working alone or teamwork? Team. Because I've always worked in team. I don't know how to work alone. I have no idea how to work alone. Last minute work ആണോ scheduled individual ആണോ? I think all creative people are all little lazy people. Okay, so we try to schedule, പക്ഷേ കുറേയൊക്കെ ലാസ്റ്റ് മിനിറ്റിലേക്കും കൂടെ വെക്കും നമ്മൾ. ഞാനും ഇത് പറയുന്ന പോലെ ഐ എം എ പേഴ്സൺ ഹു വിൽ വർക്ക് അണ്ടർ പ്രഷർ. എനിക്ക് ഒരുപാട് സമയം ഉണ്ടെങ്കിലും ഞാൻ അങ്ങനെ ചെയ്തില്ല. നമ്മൾ ഈ സ്കൂളിൽ എക്സാമിന് പഠിക്കുമ്പോൾ അപ്പോൾ സ്കൂളിൽ പോകുമ്പോൾ ഒന്നും പഠിക്കില്ല. അപ്പോൾ നോക്കുമ്പോഴത്തേക്കും ലാസ്റ്റ് ഇനി ഒരു മാസം ഉണ്ട് പഠിക്കാനായിട്ടുള്ള. അപ്പോൾ നോക്കുമ്പോഴത്തേക്കും 30 days 10 chapters തീർക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളായിരിക്കും 30 days 10 chapter എന്ന് പറയുമ്പോഴത്തേക്കും ഒരുപാട് സമയമുണ്ടല്ലോ, കളിച്ച് നടക്കും. 10 days 10 chapter. അപ്പോൾ നമ്മളായിരിക്കും ഒരു ദിവസം ഓരോ ചാപ്റ്റർ പഠിച്ചാൽ തീരാമെന്നുള്ളൂ, വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ. അപ്പോഴും പഠിക്കില്ല. പിന്നെ 1 day 10 chapter. അപ്പോൾ നമ്മളായിരിക്കും അതിനെന്താ 10 മണിക്കൂർ മതിയല്ലോ, ഓരോ മണിക്കൂർ ഓരോ ചാപ്റ്റർ കൊടുത്താലും പഠിച്ചു തീരുമല്ലോ. അത് കൊള്ളാം. സോ യു എൻഡ് അപ്പ്. പക്ഷേ എൻ്റെ ലാൻഡ് ചെയ്യുമ്പോഴത്തേക്കും സേഫ് ലാൻഡിങ് ആയിരിക്കും. അതൊരു വിശ്വാസം എവിടെയൊക്കെ ഉള്ളതുകൊണ്ടാണ് അങ്ങനെ പോകുന്നത്. ഒരു ജീനി വന്നിട്ട് ഒരു പവർ തരാണ്. Power to be invisible or power to teleport? Invisible or teleport? I think invisible. Invisible ആയിട്ട് എന്ത് ചെയ്യാനാണ്? ഞാൻ പണ്ട് മുതലേ I always get fascinated by whenever I watch this Mr. India movie. പണ്ട് ചെറുപ്പത്തിൽ നമ്മളെല്ലാവരും മറ്റേ VCR എടുത്തിട്ട് ഇങ്ങനെ കാണുമായിരുന്നു. അപ്പം അന്ന് മുതലേ എനിക്ക് ഇൻവിസിബിൾ ആവണം എന്നുള്ള ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഡോണ്ട് നോ വാട്ട് ടു ഡു, പക്ഷേ ഇൻവിസിബിൾ ആവണം. അതാണ്. Immortality or the ability to heal? ഒരു സ്പിരിച്വാലിറ്റിയിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ എന്തായിരിക്കും കൂടുതൽ? ഐ തിങ്ക് ദി എബിലിറ്റി ടു ഹീൽ. അല്ലേ, നമ്മളിങ്ങനെ ഫുൾ ടൈം ഇങ്ങനെ എപ്പോഴും ജീവനോടെ ഉണ്ടായിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അതെ. നമുക്ക് വേണ്ടി കറക്റ്റ് വിത്ത് സെറീനയിൽ അർഫാസിക്കയുടെ ദർബുക്ക. നമുക്ക് ദർബുക്ക കുറച്ച് കേട്ടാലോ? പാട്ടൊന്നും പാടാൻ പറയരുത്, താളം പിടിച്ചാൽ മതി. നമുക്ക് പാട്ട് വെച്ച് കൊടുക്കാം ഗൈസ്. ഓക്കെ, കം ഓൺ, ലെറ്റ്സ് ബിഗിൻ.
സൂപ്പർ. അപ്പം നമുക്ക് ലിസണേഴ്സിന് റേഡിയോയിൽ കേട്ടതുപോലെ ഇപ്പൊ ലൈവായിട്ട് നിങ്ങൾക്ക് അത് വിഷ്വലി കണ്ടതിന് താങ്ക് യു സോ മച്ച്. വെൽക്കം. നെക്സ്റ്റ് ടൈം വരുമ്പോഴത്തേക്കും നല്ല പാട്ട് പഠിച്ചിട്ടിരിക്കണം. ഓക്കെ? അതെ അതെ, ഞാനൊരു പാട്ടുകാരിയല്ലെന്ന് ആദ്യമേ പറഞ്ഞു. ഇതെന്നെ ട്രോളരുത് ഗൈസ്. നിക്കയുടെ കഴിവ് നമുക്ക് എല്ലാവർക്കും ഒന്ന് കാണണമായിരുന്നു. നമ്മൾ ലിസൺ ചെയ്തിട്ടേ ഉള്ളൂ, ബട്ട് ലൈവായിട്ട് നമ്മളിപ്പോൾ കണ്ടു. താങ്ക് യു സോ മച്ച്. യെസ്. നിങ്ങൾക്ക് എല്ലാവർക്കും തോന്നിയോ എനിക്ക് വന്നപ്പോൾ ഞാൻ ഈ ഭാഗത്തുനിന്ന് അങ്ങോട്ട് നോക്കുമ്പോഴോ ജീസസ് ക്രൈസ്റ്റിനെ പോലില്ലേ കാണാൻ? നോക്ക് ഇക്ക ഒന്ന് തിരിയോ ഗൈസ്, പ്ലീസ് കമന്റ്. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വലൈക്കും അസ്സലാം. ഐ തിങ്ക് ദാറ്റ് ഈസ് ഓൾസോ ബ്യൂട്ടി ഓഫ് UAE അല്ലേ? നമ്മൾ ഡിഫറെന്റ് കൺട്രീസിലെ ആൾക്കാർ, ഡിഫറെന്റ് റിലീജിയൻ അല്ലെ, ഡിഫറെന്റ് ബിലീവ്സ് ഉള്ള ആൾക്കാർ എത്ര ഹാപ്പി ആയിട്ട് ഇവിടെ താമസിക്കുന്നത് അല്ലേ? ഇപ്പൊ നമ്മൾ ഈ വാഗ ബോർഡറിലൊക്കെ പോയല്ലോ, യു സീ ദാറ്റ് കൈൻഡ് ഓഫ് ഒരു ഇപ്പൊ ആർമിയൊക്കെ ആയിട്ട് തന്നെ ഇപ്പുറത്ത് അപ്പുറത്ത് നിൽക്കുന്ന ആർമിയുടെ മുഖത്തായതുണ്ടല്ലോ. പക്ഷെ ഇവിടെ നമ്മൾ ഒരു മുറിക്കകത്ത് പീപ്പിൾ ഫ്രം ഇന്ത്യ, പീപ്പിൾ ഫ്രം പാകിസ്ഥാൻ, ദേ ലിവ് ലൈക്ക് ഫാമിലീസ് ഓൺലി. ഐ ഹാവ് സോ മെനി പീപ്പിൾ ഹു ആർ ക്ലോസ് ഫ്രണ്ട്സ് ഹു ആർ ഫ്രം പാകിസ്ഥാൻ. പെരുന്നാളാകുമ്പോഴത്തേക്കും അവർ നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കി നമ്മളെ വിളിക്കും. നമ്മളെ വീട്ടിൽ സെലിബ്രേഷൻ വരുമ്പോഴത്തേക്കും അവർ വരും. ഞാൻ നാട്ടിലുള്ള സമയത്ത് ഞാൻ ഓണമായാലും ക്രിസ്മസ് ആയാലും ഈവൻ നമ്മുടെ ഈദാണെങ്കിൽ പോലും ഞാൻ ദുബായിൽ വന്ന് സെലിബ്രേറ്റ് ചെയ്തേക്കുന്നത് അതേപോലെ ഞാൻ എവിടെയും ചെയ്തിട്ടില്ല. ഇപ്പോൾ ഓണം നമ്മുടെ നാട്ടിലൊക്കെ ഓണം ഉണ്ടെങ്കിൽ പോലും ഫോർട്ട് കൊച്ചിയിൽ കൂടുതലും കുറച്ച് ക്രിസ്ത്യൻ പോപ്പുലേഷനാണ് കൂടുതൽ. അപ്പോൾ അങ്ങനെ അവിടെ കുറേ പള്ളികളും ഒക്കെ ആയിട്ട് അങ്ങനെയാണ്. ഫുൾ ആംഗ്ലോ ഇന്ത്യൻസ് ഒക്കെയാണ് എൻ്റെ ഫ്രണ്ട്സ് ഉണ്ടായത്. അപ്പോൾ ക്രിസ്മസ് ഭയങ്കര സെലിബ്രേഷനാണ്. ഓണം സെലിബ്രേഷൻ അങ്ങനെ കാര്യമായിട്ട് ഞാൻ വേറൊരു ഫ്രണ്ട് വീട്ടിൽ പോയി സദ്യ ഒന്നും ഇതുവരെ കഴിച്ചിട്ടില്ല. ദുബായിൽ വന്നിട്ടാണ് ഞാൻ ഓരോ ആൾക്കാരെ വീട്ടിൽ പോയി സദ്യ കഴിക്കുന്നതും. All celebrations like our celebration. So you celebrate everything. You don't leave any chance to celebrate. Birthday ആണെങ്കിലും എന്താണെങ്കിലും you celebrate. Even എൻ്റെ ബർത്ത്ഡേസ് വരെയും I think after coming to Dubai only I started celebrating. പണ്ട് നമ്മുടെ വീട്ടിലൊന്നും അത്ര സെലിബ്രേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. കേക്ക് കട്ടിങ് and all was like far thing. ഒരു ചിലപ്പോൾ ഡ്രസ്സ് വാങ്ങിച്ചു തന്നാൽ ഡ്രസ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ മറ്റേ സ്കൂളിൽ ചോക്ലേറ്റ് കൊണ്ട് കൊടുക്കും. അത് ഒരു 5ാം ക്ലാസ് 6ാം ക്ലാസ് ആയപ്പോഴത്തേക്ക് അതൊന്നും നിന്ന് പിന്നെ വേറെ സെലിബ്രേഷൻ ഒന്നും ഇല്ല. How about yours? സ്കൂളിലൊക്കെ പോയി സെലിബ്രേറ്റ് ചെയ്യുമായിരുന്നു? ഇവിടുത്തെ സ്കൂളിൽ പിന്നെ നമുക്ക് കളർ ഡ്രസ് ഇട്ട് ചോക്ലേറ്റ് എല്ലാവർക്കും കൊണ്ടുപോകുന്ന ആ ഒരു പരിപാടി വാസ് ഓൾവേസ് ദെയർ. ആൻഡ് ദുബായ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ഓൾവേസ് എനിക്ക് ഇതാണ് ഹോം. അപ്പം എവിടെ പോയാലും തിരിച്ച് ദുബായിൽ വരണം. നമ്മളിപ്പോ വെക്കേഷൻ എവിടെ ഏതെങ്കിലും കൺട്രിയിൽ പോയാലും തന്നെ വി ഓൾവേസ് വോണ്ട് ടു കം ബാക്ക് ഹിയർ. ഇവിടുത്തെ ഫുഡ് ആണെങ്കിലും ഇവിടുത്തെ ട്രാവലിംഗ് ആണെങ്കിലും ഈവൻ വർക്ക് റിലേറ്റഡ് ആണെങ്കിൽ നമ്മുടെ കോളേജ് സമയത്ത് ഐ യൂസ് ടു ഗോ ഫോർ ജൈടെക്സ്, അങ്ങനെ കുറെ ഇന്റേൺഷിപ്സും കാര്യങ്ങളും. Oh, I like that. Whenever I used to go to all these events, I see all the college kids, school kids. I was there. ആ ഒരു സമയത്ത് ഈ ജൈടെക്സിനൊക്കെ പോകുമ്പോൾ ഇറ്റ് ടേക്സ് അപ് ടു 2 AM ഒക്കെ നമ്മളുടെ എല്ലാം മൈൻഡ് അപ്പ് ചെയ്ത് തിരിച്ചു വരാൻ. ബട്ട് ആ ഒരു ടെൻഷൻ ഇല്ലാതെ വരുന്നത് ബിക്കോസ് ഇറ്റ്സ് ദുബായ്. ആ ഒരു സേഫ് ആൻഡ് സെക്യൂർ സംഭവം ഇസ് ഓൾവേസ് ദെയർ ഫോർ ദുബായ്, റൈറ്റ്? അപ്പം എപ്പോഴാണെങ്കിലും പോയിട്ട് വന്നാൽ വീട്ടുകാർക്കും സമാധാനം ഉണ്ട്. ദുബായ് ആണ്, ഒരു പ്രശ്നമില്ല ആ ഒരു സംഭവം. സോ യെസ്, അപ്പൊ വാട്ട് ഇസ് യുവർ ഫ്യൂച്ചർ ലുക്ക് ലൈക്ക് നമുക്ക് വേണ്ടിയിട്ട്? മൂവീസ് ആണോ, എംസിങ് ആണോ, പ്രോഗ്രാംസ്? മൂവീസ് ഐ എം ഓപ്പൺ ടു മൂവീസ്. ഇവിടെ ഷൂട്ട് നടക്കുന്ന സിനിമകളിലേക്ക് ഇങ്ങനെ ഭാഗമാവാൻ ശ്രമിക്കാറുണ്ട്. സോ റീസെന്റ് വൺ വാസ് ദേർ, നമ്മുടെ മഹേഷ് നാരായണന്റെ പുതിയ സിനിമയുടെ ഷൂട്ട്. ബ്രഹ്മാണ്ഡം പ്രോജക്റ്റ്, റൈറ്റ്? മമ്മൂക്ക, മോഹൻലാൽ, നയൻതാര, ഫഹദ് ഫാസിൽ, എവരിവൺ ഇസ് ദേർ, ചാക്കോച്ചൻ. അപ്പൊ അതിന്റെ ഒരു ഷൂട്ട് ഇവിടെ ദുബായിലുണ്ടായിരുന്നു. സോ ചെറിയ ഭാഗം. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? മമ്മൂക്കനൊക്കെ മീറ്റ് ചെയ്ത്? ഭയങ്കര മമ്മൂക്ക ഫാൻ ആണെന്ന്. ഭയങ്കര മമ്മൂക്ക ഫാൻ, എനി ടൈം മമ്മൂക്ക ഫാൻ ആണ്. അവിടെ അടി നടക്കാറുണ്ടോ? അവിടെ ഹിറ്റില് ഭയങ്കര അടിയാണ്. ഹിറ്റില് ഐ എം ദി ഓൺലി പേഴ്സൺ ഹു ലൈക്ക് ത്രൂ ആൻഡ് ഔട്ട് ആൻഡ് ഔട്ട് മമ്മൂക്ക ഫാൻ. ബാക്കിയുള്ള എല്ലാവരും കുറച്ച് മോഹൻലാൽ ഫാൻസ് ആണ്. സോ അവിടെ എപ്പോഴും അടിയാണ്. പക്ഷെ അവർക്ക് സിനിമകളെ കുറിച്ച് കൂടുതൽ അറിയാവുന്നതുകൊണ്ട് മിക്കവാറും അടിയിൽ ഞാൻ തന്നെ ആയിരിക്കും ഇങ്ങനെ ഇതായി പോകുന്നത്. കാരണം അവര് ഫുൾ മറ്റേ മാസ് അറ്റാക്ക് ആണ്. എല്ലാ ഭാഗത്തുനിന്നും എല്ലാ ഭാഗത്തും വരും. പക്ഷെ ഐ എൻജോയ് ദാറ്റ്. പിന്നെ മമ്മൂക്ക പണ്ട് മുതലേ മമ്മൂക്കയുടെ കുറെ സിനിമ ഷൂട്ടിംഗ് ഞാൻ കണ്ടിട്ടുണ്ട് നാട്ടില്, ഫോർട്ട് കൊച്ചിയില്. ബിഗ് ബി, അതേപോലെ തന്നെ നമ്മുടെ ഇൻസ്പെക്ടർ ബൽറാം. ഇതൊക്കെ ഇങ്ങനെ ഞങ്ങളുടെ സ്കൂളില് എന്താ പറയുക ലഞ്ച് ബ്രേക്കിന് വരുമ്പോ കാണുന്നതാണ്. പണ്ട് മുതൽ തന്നെ മമ്മൂക്കാനെ ഭയങ്കര ഇഷ്ടമാണ്. മൈ ഡാഡ് ഇസ് ഓൾസോ ഹ്യൂജ് മമ്മൂക്ക ഫാൻ. അപ്പൊ അതുകൊണ്ട് പണ്ട് മുതൽ തന്നെ അങ്ങനെ ഒരു ഫാൻ ആണ്. ഫസ്റ്റ് ടൈം മമ്മൂക്കാനെ മീറ്റ് ചെയ്തത് ഭയങ്കര ഒരു ഫാൻ മൂവ്മെന്റ് ആയിരുന്നു. അതൊരു റെസ്റ്റോറന്റ് ഇനോഗ്രേഷനാണ് മീറ്റ് ചെയ്തത്. പിന്നെ അതിനുശേഷം ഐ നോ മമ്മൂക്ക പേഴ്സണലി. മമ്മൂക്കാക്ക് എന്നെ അറിയാമെന്നാണ് എനിക്ക് വിശ്വാസം. ആൻഡ് വൺസ് മൈ ബർത്ത്ഡേ ഹി വിഷ്ഡ് മീ. സോ ദാറ്റ് വാസ് ലൈക്ക് വൺ ഓഫ് ദി മോസ്റ്റ് ഹാപ്പിയസ്റ്റ് മൊമെന്റ് ഫോർ മീ. സോ സ്പെഷ്യൽ അല്ലേ? നൈസ്. ഓക്കേ, അപ്പം ഈ പടത്തിൽ എങ്ങനെയായിരുന്നു എക്സ്പീരിയൻസ്? ഇതിനകത്ത് ആക്ച്വലി ഒരു കൂടുതൽ എനിക്ക് പറയാൻ പറ്റില്ല. അപ്പം അതും നന്നായിട്ട് വരട്ടെ. ആൻഡ് പ്ലീസ് ഡു കണ്ടിന്യൂ ടു എന്റർടൈൻ ഓൾ ഓഫ് us.
Thank you. We love For listening sure. to you. Thank Yes. you, thank you. Thank you so much for joining the Thank show. you. So good to know that you're still listening to us. When you were in school, you started listening to us. When you were in college, അത് കഴിഞ്ഞിട്ട് ജോലി, ബിഗ് ബോസ്, അത് കഴിഞ്ഞിപ്പോൾ സിനിമ, ഇപ്പോൾ സ്കൂൾ മുതൽ സിനിമ വരെയുള്ള ഈ ജേർണിയിൽ നമ്മുടെ കൂടെ നിൽക്കുന്ന ആളാണ് സെറീന. ആൻഡ് സോ ഹാപ്പി ടു നോ ദാറ്റ് യു സ്റ്റിൽ ലിസ്ണിംഗ് ടു Yes, ഇറ്റ്. of course. And You you- guys are part of my life. Thank you. എനിക്ക് അതില്ലാതെ പറ്റത്തില്ല. Thank Thank you you so much. Thank you. Thank you. അപ്പം ഒന്നും Thank കൂടെ. you for having me here. All right. Thank you so much. God bless all of you. All the best. Thank you so much. Thanks. അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ ഇനിയും കാണാം. അതുവരേക്കും ബൈ.